വാസ്തു അഥവാ വാസ്തുശാസ്ത്രം അതൊരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാസയോഗ്യമായിട്ടുള്ള ഗൃഹത്തിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളത് സുഖമായിട്ട് ഒരു സമാധാനത്തോടു കൂടിയിട്ട് വസിക്കുക എന്നുള്ള അർത്ഥത്തിൽ വസ് എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ശരിക്കും വാസ്തു നല്ല സ്ഥലത്ത് ഇരിക്കാനുള്ള ഇടം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. നല്ല സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ശാന്തിയും സമാധാനവും സ്വസ്ഥമായിരിക്കുക. തീർച്ചയായിട്ടും. മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിൽ പ്രസിദ്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പുസ്തകം തന്നെ, ഒരു ശാസ്ത്രഗ്രന്ഥം തന്നെ ഉണ്ട്. അത് ഉപരിഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു ചേർത്ത കുറേ വിഷയങ്ങൾ അതിലുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തിന് അടിസ്ഥാനപരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. മനുഷ്യാലയങ്ങളുടെ ഒരു രൂപകൽപ്പനാ ഭാഗം ഏത് തരത്തിലായിരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഭൂമിയുടെ കിടപ്പനുസരിച്ച്, ഭൂമിയുടെ ദിശകൾക്കനുസരിച്ച് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭൂമിയെ സമചതുരമോ ദീർഘചതുരമോ ആയിട്ടുള്ള ഭൂമിയെ 4 ഖണ്ഡങ്ങളായി തിരിച്ച് അതിൽ ഈശാനഖണ്ഡം എന്ന് പറയുന്ന വടക്ക് കിഴക്കേ മൂലയിലോ, നിരുതി ഖണ്ഡം അഥവാ തെക്ക് പടിഞ്ഞാറേ ഖണ്ഡം എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുന്ന 4-1 മൂലയിലും, ഇങ്ങനെ 2 കോണുകളിലാണ് ഉത്തമമായിട്ടൊരു ഗൃഹത്തിൻ്റെ സ്ഥാനം. തിരുമേനി നമസ്കാരം. 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 കേരളത്തിൻ്റെ ഭൂതഭവ്യ വർത്തമാനവാദികൾ കുറിക്കുന്ന ഒരു ഊരായിട്ടാണ് കാണിപ്പയ്യൂരിനെ കേരളീയർ കാണുന്നത്. സന്തോഷം. കേരളീയ ജീവിതത്തിൻ്റെ ഭൂതവും ഭാവിയും നിശ്ചയിച്ച് പലർക്കും നേരായ മാർഗങ്ങൾ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്ത അച്ഛൻ തിരുമേനിയുടെ പാതയിലൂടെ വാസ്തുവിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അറിവും ആ കാര്യത്തിൽ നേടിയിരിക്കുന്നു. കേരളത്തിൻ്റെ പുണ്യം. പാരമ്പര്യമായി കിട്ടിയ ആ അറിവ് അവനവൻ്റെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ അറിവ് കൂടി സമന്വയിപ്പിച്ച് ഈ ഭാരതത്തിൻ്റെ സേവനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സേവനോന്മുഖമായ പാതയിൽ അത് വിനിയോഗിക്കുന്ന മകൻ കൃഷ്ണൻ നമ്പൂതിരിക്ക് എൻ്റെ വീണ്ടും ഒരു നമോഭാഗം. നമസ്കാരം. വിശ്വാസത്തിലേക്ക് സ്വാഗതം. ശരി, സന്തോഷം. വാസ്തുവിനെ കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും എല്ലാം മനുഷ്യരെപ്പോഴും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണ്. എന്നാൽ ഒരു ചുരുങ്ങിയ പക്ഷം കുട്ടികൾക്കെങ്കിലും ഇതേക്കുറിച്ച് അറിയാത്ത ഒരു പറ്റം ആളുകളുണ്ട്. നന്നായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നതും അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. ഇവിടെ നമുക്ക് സാധാരണ സമൂഹത്തിന് വേണ്ടി ഞാൻ തിരുമേനിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരുപക്ഷെ ആ ചോദ്യം ബാലിശമാകാം, പക്ഷെ അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാനത് ചോദിക്കുന്നത്. കാരണം ഇവയെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനം പോലും ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട്, അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. എന്താണ് വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് സാധാരണക്കാർക്കും എനിക്കും ആഗ്രഹമുണ്ട്. ശരി. വാസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് എങ്ങനെയാണ് ഒരാളെ പറഞ്ഞ് ചെറിയ വാക്കുകളിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആവുക? വളരെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ശരിക്കും വാസ്തു അഥവാ വാസ്തുശാസ്ത്രം അതൊരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാസയോഗ്യമായിട്ടുള്ള ഗൃഹത്തിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളത് സുഖമായിട്ട് ഒരു സമാധാനത്തോടു കൂടിയിട്ട് വസിക്കുക എന്നുള്ള അർത്ഥത്തിൽ വസ് എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ശരിക്കും വാസ്തു നല്ല സ്ഥലത്ത് ഇരിക്കാനുള്ള ഇടം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. നല്ല സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ശാന്തിയും സമാധാനവും സ്വസ്ഥമായിരിക്കുക. തീർച്ചയായിട്ടും. അതെ, അതിനൊരു ചെറിയ ഡെഫിനിഷനും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഏറ്റവും ലളിതമായ രീതി നമ്മൾ ചിന്തിച്ചാൽ ഒരു പൗരാണികമായിട്ടുള്ള ഒരു ഗൃഹനിർമ്മാണ ശാസ്ത്രം തന്നെയാണ് വാസ്തുശാസ്ത്രം. ഇന്നത്തെ നിലയ്ക്ക് പറയുകയാണെങ്കിൽ ആൻഷ്യൻ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. രണ്ടാമത് ശരിക്കും ഇതൊരു സംരക്ഷണ ശാസ്ത്രമാണ്. അച്ഛൻ തിരുമേനി, അതായത് കാണിപ്പയ്യൂർ വലിയ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് ഇപ്പോൾ 86 വയസ്സായി. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഗുരുവും മാതാപിതാവും എല്ലാം അർത്ഥത്തിലും. അദ്ദേഹത്തിനെ തന്നെ പിന്തുടർന്ന് ഈ ഒരു വിഷയത്തിൽ, എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ച് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗങ്ങളും ഡിപ്ലോമയായിട്ടും അതും പഠിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു രംഗത്തേക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രകാശഗോപുരം അച്ഛൻ തന്നെയാണ്. തീർച്ചയായിട്ടും. ആ ഒരു കാരണവന്മാരുടെ അനുഗ്രഹം എന്നുള്ളതും
ആ ഒരു പാരമ്പര്യം നമ്മളിലേക്ക് അറിഞ്ഞറിയാതെയോ നമ്മുടെ രക്തത്തിലുണ്ട് എന്നുള്ളതും ഇതിലേക്കൊക്കെ ഒരു പലകുറി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതെ, അത് സന്തോഷം. അപ്പോൾ അതൊക്കെ നമുക്കൊരു അനുഗ്രഹമായിട്ട് തീർന്നു. അപ്പം അങ്ങനെ ചോദിച്ച ചോദ്യത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തെ ശരിക്ക് അതിയായിട്ടുള്ള കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ നിന്ന്, അപ്പോൾ അതിയായിട്ടുള്ള കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിയായിട്ടുള്ള ശൈത്യം തണുപ്പ്, അതിയായിട്ടുള്ള വർഷം മഴ, അതിയായിട്ടുള്ള ഉഷ്ണം ചൂട്, ഇങ്ങനെ അതിയായിട്ടുള്ള ഏതൊരു വിധത്തിലുള്ള കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളിൽ നിന്നും നമ്മുടെ മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഉപാധിയാണ് ഗൃഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഒരു ഗൃഹനിർമ്മാണം നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചട്ടക്കൂട് വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പുറത്ത് കിടന്നാൽ മതി, അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലൊക്കെ ഈ കൂട് കൂട്ടുന്ന പോലെ ഉള്ളൊരു സംവിധാനം മതി. പഴയ കാലത്ത് മനുഷ്യൻ ഗുഹാവാസിയായിരുന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ മാറി സംസ്കൃതചിത്തനായ മനുഷ്യൻ മനുഷ്യാലയം, അതെ, ദേവാലയം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വാസയോഗ്യമായ ഗൃഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് പറയപ്പെടുന്ന പേര് മനുഷ്യാലയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ വളരെ കൃത്യമാണ്. അപ്പോൾ കാരണം മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിൽ പ്രസിദ്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പുസ്തകം തന്നെ, ഒരു ശാസ്ത്രഗ്രന്ഥം തന്നെ ഉണ്ട്. അത് ഉപരിഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു ചേർത്ത കുറേ വിഷയങ്ങൾ അതിലുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തിന് അടിസ്ഥാനപരമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. മനുഷ്യാലയങ്ങളുടെ ഒരു രൂപകൽപ്പനാ ഭാഗം ഏത് തരത്തിലായിരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഭൂമിയുടെ കിടപ്പനുസരിച്ച്, ഭൂമിയുടെ ദിശകൾക്കനുസരിച്ച് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംരക്ഷണ ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കുക. ഇനി സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു അതിയായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് പഴയ കാലത്തെ നിർമ്മാണ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം. ഇന്നുള്ള ഇപ്പോൾ കുറച്ചൊക്കെ പ്രായമുള്ള ആൾക്കാർ, ഒരു 50-60 മുകളിലുള്ള ആൾക്കാരൊക്കെ പറയും പണ്ടത്തെ ഗൃഹത്തിൽ, തട്ടിട്ട മുറിയിൽ, തറവാട് ഗൃഹത്തിൽ അവിടെ വീടിൻ്റെ ഉള്ളിൽ ഫാനൊന്നും വേണ്ടിയിരുന്നില്ല, സുഖമായിട്ട് താമസിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഉള്ള വീടുകളിൽ ചില സ്ഥലത്തൊന്നും ഒക്കെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫാൻ ഉണ്ടായാലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ അല്ലേ? അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാം. അതായത് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സൂര്യൻ്റെ ഗതിവിധികൾക്കനുസരിച്ച് എങ്ങനെയായിരിക്കും 6 മാസ ഋതുക്കളെ കണക്കിലെടുത്തുകൊണ്ട് ഓരോ ഋതുവിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ ഋതുക്കൾ മാറി മാറി വരുമ്പോൾ അത് ഭൂമിയിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തിരുമേനി പറഞ്ഞ പോലെ ഉഷ്ണത്തിൻ്റെയും ശീതത്തിൻ്റെയും എല്ലാം ആ അവസ്ഥകളും കാറ്റിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ഗതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എവിടെ ആയിരിക്കണം വീട് നിർമ്മിക്കേണ്ടത്, ആ വീട്ടിൽ എവിടെ ആയിരിക്കണം കിടപ്പുമുറി, എവിടെ ആയിരിക്കണം ശൗചാലയം എന്നിങ്ങനെയുള്ള കൃത്യമായ ശാസ്ത്രത്തെ അധിഷ്ഠാനപ്പെടുത്തി ചെയ്യുന്ന ഈ ഒരു വാസ്തുശാസ്ത്രത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിദേശങ്ങളിൽ പോലും വളരെ പ്രാമുഖ്യം നേടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം അവർ നമ്മളെ അപേക്ഷിച്ച് വലിയ സമ്പന്നരാണ്. പക്ഷെ നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ വലിയ വലിയ ആഡംബര വസതികൾ ഉണ്ടാക്കിയിട്ട് അതിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇന്നലെ മുഴുവൻ ഞങ്ങൾക്ക് രാത്രി കറണ്ട് ഉണ്ടായില്ല എന്ന് ഞാൻ ഓഫീസിൽ വൈകി എത്തിയത്. കാരണം രാത്രി 9 മണിക്ക് കറണ്ട് പോയി, വലിയ കാറ്റായിരുന്നു, എവിടെയൊക്കെ ഇലക്ട്രിക് ലൈൻ പ്രശ്നമായി. അപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അത്ര ഉഷ്ണം, മഴക്കാലമായിട്ട് പോലും. അപ്പോൾ അത് വാസ്തുവൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ ആളുകളെയൊക്കെ അറിയുന്ന ആളിൽ നിന്ന് വെച്ച് നോക്കിയാണ് ചെയ്തത്. അപ്പോൾ അതിലെന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെ, അനുഭവം കൊണ്ട്. അതെ, ആഡംബര വസതി ഉണ്ടാക്കിയിട്ട് പോലും അതിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവിടെയാണ് ഈ മനുഷ്യാലയ ചന്ദ്രികയ്ക്കും ഈ മനുഷ്യാലയം, ദേവാലയം എന്ന ഈ ഒരു പൗരാണികമായിട്ടുള്ള ശാസ്ത്ര വിഷയത്തിനും പ്രാധാന്യം വരുന്നത്. ആ പ്രസക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കാണിപ്പയ്യൂർ എന്ന ഇല്ലത്തിന്റെ പ്രസക്തി കൂടി കേരളത്തിന്റെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും. കാരണം ഇപ്പോൾ അച്ഛൻ നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ആ കോൽക്കണക്ക് ബന്ധപ്പെടുത്തിയിട്ട് എത്ര ആലയങ്ങൾ, മനുഷ്യാലയമാവട്ടെ ദേവാലയങ്ങളാവട്ടെ, പലപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിന്റെ പ്രാധാന്യം എന്താണ്? ഒരു വീട് വയ്ക്കുന്നവൻ ആ വീടിന് മുടക്കുന്ന പണം എത്രയാണെന്നുള്ളതിലുപരിയായി അതിൽ എത്ര ദിവസം സുഖമായി കിടന്നുറങ്ങാൻ പറ്റും
അല്ലലും അലട്ടലും ഇല്ലാതെ മാനുഷികമായ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ വന്ന് കിടന്നാൽ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണം. അതെ. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇതെന്താണെന്നുള്ളത് പൊതു സമൂഹത്തിന് പലർക്കും അറിയില്ല. ഞാനൊരു വീട് വെച്ചു, 10 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലം, അതിൽ വയ്ക്കാവുന്ന തരത്തിലൊരു പ്ലാൻ ഉണ്ടാക്കി വീട് വെച്ചു. അതൊരു മനുഷ്യാലയം ആവുന്നില്ലല്ലോ. അതെ, അതാവണില്ല. ഈ ഒരു പ്രസക്തിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യമാണ് ജനങ്ങൾ തീർച്ചയായിട്ടും. മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ വാസ്തുവിൻ്റെ, അതെ. വാസ്തുശാസ്ത്രകാരന്മാരുടെ പ്രസക്തി. അതെ. അതൊന്നും ഈ വാസ്തുപുരുഷൻ ഭൂമിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇങ്ങനെ അദ്ദേഹം വാസ്തുപുരുഷൻ, അതെ. അദ്ദേഹം കമന്ന് കിടക്കുന്നു. കിടന്നുറങ്ങുന്നു. ഓരോ ദിശയനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയാസമയങ്ങളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് മാറ്റം വരും. അങ്ങനെയാണെങ്കിൽ ആ വാസ്തുപുരുഷൻ്റെ ഉറക്കത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉണരുന്നത് എവിടെയാണ്, ഏത് തിഥിയിലാണ്, പക്കത്തിലാണെന്നൊക്കെ നോക്കിയിട്ട് തറക്കല്ലിടുന്നത് വരെ, സ്ഥാനനിർണയം വരെ, സമ്പ്രദായം കൂടി, ആ സ്ഥാനനിർണയം അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നൊക്കെയാണ് തീർച്ചയായിട്ടും. എൻ്റെ പരിമിതമായ അല്ല, താങ്കൾ പറഞ്ഞതിൽ കുറച്ച് കൃത്യതയുണ്ട്. എന്നാൽ ചില വിഷയങ്ങളിൽ ഒരു വാസ്തുപുരുഷ സങ്കല്പം എന്നാണ് ശരിക്കും ശാസ്ത്രത്തിൽ തന്നെ പുസ്തകങ്ങളിൽ, ടെക്സ്റ്റുകളിൽ, ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഭൂമിയെ സമചതുരമോ ദീർഘചതുരമോ ആയിട്ടുള്ള ഭൂമിയെ 4 ഖണ്ഡങ്ങളായി തിരിച്ച് അതിൽ ഈശാനഖണ്ഡം എന്ന് പറയുന്ന വടക്ക് കിഴക്കേ മൂലയിലോ, നിരുതി ഖണ്ഡം അഥവാ തെക്ക് പടിഞ്ഞാറേ ഖണ്ഡം എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുന്ന 4-1 മൂലയിൽ, ഇങ്ങനെ 2 കോണുകളിലാണ് ഉത്തമമായിട്ടൊരു ഗൃഹത്തിൻ്റെ സ്ഥാനനിർണയത്തെ പറ്റിയിട്ട് മുൻകാല രീതിയിൽ എന്ന് വെച്ചാൽ കുറച്ച് വലിയ ഭൂമികളാണെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമ്മൾ ബൃഹത്ത് ക്ഷേത്രം എന്നാണ് പറയുക. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നും അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. അപ്പോൾ ബൃഹത്ത് ക്ഷേത്രം, വലിയ ക്ഷേത്രങ്ങളാണെങ്കിൽ, വലിയ ഭൂമികളാണെങ്കിൽ 4 ഖണ്ഡമായി തിരിച്ച് വടക്ക് കിഴക്കേ കോണിലോ തെക്ക് പടിഞ്ഞാറേ കോണിലോ ഗൃഹം വെക്കണം, ഗൃഹത്തിന് സ്ഥാനനിർണയം നടത്തണം എന്ന് പറയുന്നു. എന്നാൽ അതുപോലെ തന്നെ ശാസ്ത്രത്തിലെ ആചാര്യന്മാർ ഈ ഒരു കാലഘട്ടത്തിനെ പറ്റി മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണമുള്ള ആചാര്യന്മാരായിരുന്നു. അപ്പോൾ അവർ തന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്പക്ഷേത്ര വിധി എന്നുള്ള രീതിയിൽ. വളരെ പ്രസക്തമാണ്. കാരണം പലർക്കും 3 സെന്റ് 4 സെന്റ് സ്ഥലത്തിലേക്കൊക്കെ കാര്യങ്ങൾ, പോപ്പുലേഷൻ അത്ര ഉണ്ടായി, അപ്പൊ ഭൂമി വലുതാകുന്നില്ല. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു വീട് വയ്ക്കാൻ കണക്കാക്കിയിട്ടുള്ള സ്ഥലം, അവിടെ എങ്ങനെയാണ് നമുക്ക് വാസ്തു കണ്ടെത്താൻ പറ്റുക, വാസ്തുവിന് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് വാസ്തുവിധി പ്രകാരം എങ്ങനെയാണ് ഒരു വീട് വയ്ക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമാണ്. അതെ. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു അല്പക്ഷേത്രം, അതായത് ഇപ്പോൾ ചെറിയ ഭൂമികളാണെങ്കിലും പലർക്കും സംശയമുള്ളത് താങ്കൾ പറഞ്ഞ പോലെ അതൊക്കെ മുൻകാലത്ത് ചെയ്ത പോലെ വലിയ ഭൂമി ഉണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ എന്നുള്ള അപ്പോൾ അവിടെ ശാസ്ത്രം 2 തരത്തിലും ആവാം. വലിയ ഭൂമികളുള്ളതിൽ വലിയ തരത്തിലും, ചെറിയ ഭൂമികളാണെങ്കിൽ അതിന് തക്കവണ്ണം നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ഗൃഹത്തിൻ്റെ സ്ഥാനനിർണയത്തെ ചെയ്യാം. അവിടെയും ചെറിയ ഭൂമികളാണ്, ചെറിയ ഗൃഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗൃഹം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവരുത്. അത് ശരിക്കും പാടില്ല. പലരിലും ഇന്ന് പലപ്പോഴും ചിലർ ഒരു അറിയാതെ കണ്ട് അവരുടെ തന്നെ സ്വയം ഒരു ഇന്റർപ്രിട്ടേഷനായിട്ട് അങ്ങനെ ചിന്തകളുണ്ട്. തിരുമേനി പറഞ്ഞതുപോലെ ഇപ്പോൾ ഒന്നുകിൽ ഭൂമി ചതുരാകൃതി അല്ലെങ്കിൽ ദീർഘചതുരാകൃതി. അപ്പൊ ഈ ചെറിയ ഭൂമി ആയാലും വലിയ ഭൂമി ആയാലും ചതുരാകൃതി അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയാണ്. തീർച്ചയായും. ഇവിടെ ഏത് ഭൂമി എടുത്തു നോക്കിയാലും അവിടെ വാസ്തുപുരുഷന്റെ സ്ഥാനം, സങ്കല്പം നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും.